ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്റർപ്രണർഷിപ്പിന്റെ ഇൻട്രോഡക്ടറി സെഷൻ ആണ്. അപ്പൊ ഈ ഒരു ഇൻട്രോഡക്ടറി സെഷനെ തന്നെ ഞാൻ 2 പാർട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1, പാർട്ട് 2. ഈ പാർട്ട് 1, പാർട്ട് 2 കൊണ്ടാണ് നമ്മൾ ബേസിക്കലി എന്താണ് എന്റർപ്രണർഷിപ്പ്, എന്റർപ്രണർഷിപ്പിന്റെ ഇവല്യൂഷൻ എങ്ങനെയായിരുന്നു, എന്റർപ്രണറിയൽ ട്രേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ എന്റർപ്രണറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്റർപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള എന്റർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള എന്റർപ്രണേഴ്സിനെയാണ് നമ്മൾ ഇന്നത്തെ വേൾഡിൽ കാണുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ പാർട്ട് 1, പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി പാർട്ട് 1 വരുമ്പോൾ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എന്റർപ്രണർഷിപ്പ് എന്നതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഐഡിയ. അതുപോലെ തന്നെ അതോടൊപ്പം നമ്മൾ എന്റർപ്രണർഷിപ്പിന്റെ ഇവല്യൂഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവല്യൂഷൻ ഓഫ് എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്റർപ്രണറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ആദ്യമേ എന്താണ് എന്റർപ്രണർഷിപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ബേസിക്കലി ഒരു കോൺസെപ്റ്റ് ഫ്രഞ്ച് വേൾഡിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ്. ഇപ്പൊ ഫ്രഞ്ചിലെ എന്റർപ്രണറെ എന്ന ആ ഒരു വേൾഡിൽ നിന്നാണ് എന്റർപ്രണർഷിപ്പ് എന്നൊരു വേർഡ് ഇവോൾവ് ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് ഫ്രഞ്ചുകാര് കൂടുതലും കുറച്ചുകൂടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. ഒരു ഒബ്വിയസ്ലി ജർമ്മനി ഫ്രഞ്ചുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്, ഫ്രഞ്ച് യൂറോപ്യൻ യൂണിറ്റ്സ് ആയിട്ടുള്ള യൂറോപ്പിലെ മറ്റു കൺട്രീസ് ആയിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവര് കുറെ അധികം റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. അപ്പം എന്റർപ്രണർഷിപ്പിലേക്ക് വന്ന ഒരു ഇനീഷ്യൽ സെറ്റ് ഓഫ് ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ഫ്രഞ്ച് ഒറിജിൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനി എന്നുള്ളവരായിരുന്നു എന്ന് നിങ്ങൾക്ക് ലേറ്റർ സ്റ്റേജിൽ ഇതിനൊരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇവര് ഒരുപാട് ഹാർഡ്ഷിപ്സിൽ കൂടെ പോയിട്ടുള്ളത് തന്നെ ഇവർ കുറെ അധികം റിസ്ക് അധികം എടുക്കാനായിട്ട് തയ്യാറായിരുന്നു. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ തന്നെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും റിസ്ക് എടുക്കാനായിട്ട് റെഡിയല്ല. അപ്പൊ നമ്മൾ കൂടുതലും റിസ്ക് എടുക്കാനായിട്ട് റെഡി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ വലിയ ബിസിനസ്സുകാരായിട്ട് ഇവോൾവ് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കുക, ഓരോ പോയിന്റിലും ഏറ്റവും സാധ്യതകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് റിസ്ക് അപ്പറ്റൈറ്റ് എടുക്കുന്നവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്ത് വലിയ ബിസിനസ്സുകാരായിട്ട് മാറുന്നത്. അപ്പൊ അതേ ഒരു സെയിം അസംഷൻ ആണ് ഇവിടെയും പറയുന്നത്. ഒരു വ്യക്തി അവർക്ക് മാക്സിമം അസ്യൂംഡ് റിസ്ക് എടുത്തുകൊണ്ട് ഒരു അക്കൗണ്ടബിലിറ്റിയിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരിക, മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻസിൽ ചേഞ്ച് കൊണ്ടുവരിക, അങ്ങനെ സൊസൈറ്റിക്ക് വാല്യൂ ക്രിയേഷൻ ആയിട്ടുള്ള പ്രൊഡക്ട്സോ സർവീസുകളോ കൊടുത്തുകൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന ആ ഒരു എൻ്റയർ ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് ജേർണി എന്ന് വിളിക്കുന്നത്. അപ്പൊ സിംപിളി എന്റർപ്രണർഷിപ്പ് ജേർണി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓൾ ടുഗെദർ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ട്രേറ്റ്സ് പറഞ്ഞാൽ എന്തായിരിക്കും, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ആയിരിക്കും. ആ ഒരു റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ചെയ്തിട്ട് മാർക്കറ്റ് ഫംഗ്ഷനിലുള്ള ചേഞ്ചസ്, മാർക്കറ്റ് ഫംഗ്ഷനിൽ ഡിമാൻഡും സപ്ലൈയും ഒരേപോലെ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റിലാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആ മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻ അവിടെ ഉണ്ടാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ പഠിക്കാം. അപ്പൊ അവിടെ ഒരു മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പുതുമ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു അഡീഷണൽ വാല്യൂ ക്രിയേഷൻ കൊണ്ടുവരുവാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്റർപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഫ്രഞ്ചിൽ നിന്നാണ് അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനീസിൽ നിന്നാണ് ഈ എന്റർപ്രണർഷിപ്പിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇവല്യൂഷൻസ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെ അത് കോയിൻഡ് ചെയ്തത് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആൻഡ് ബാങ്കർ ആയിട്ടുള്ള റിച്ചർഡ് കാൻഡിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അവിടെ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യൽ വർക്കില് 18th സെഞ്ചുറിയിൽ തന്നെ അത് പ്രപ്പോസ് ചെയ്തിരുന്നത്, ആര് കൂടുതൽ റിസ്ക് എടുക്കുന്നോ, എ പേഴ്സൺ ഹു ടേക്സ് മോർ റിസ്ക്, അവരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എന്റർപ്രണർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു റിയൽ ബിസിനസ്സുകാരിൽ നിന്ന് ഒരു നോർമൽ ബിസിനസ്സുകാരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ബിസിനസ്സുകാരിൽ നിന്ന് ഒരു വ്യക്തിയെ ഒരു ഹയർ ലെവൽ ബിസിനസ്മാൻ ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ എന്റർപ്രണർ ആക്കി മാറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിച്ചാർഡ് കാൻഡിലിന്റെ വേൾഡിൽ പറയുവാണെങ്കിൽ അതെന്താണ്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയാണ്. ആരൊക്കെ കൂടുതൽ റിസ്ക് എടുക്കുന്നോ, ഒബ്വിയസ്ലി റിസ്ക് എടുക്കുമ്പോൾ എന്തുണ്ടാവണം, അവിടെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാവണം, ബിസിനസ് ഐഡിയ ഉണ്ടാവണം. എനിവേ ആ ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ, ഒരു ബിസിനസ് ഐഡിയ കണ്ടിട്ട് ആര് കൂടുതൽ റിസ്ക് എടുക്കുന്നോ അങ്ങനെ റിസ്ക് എടുത്ത് ഒരു ബിസിനസിന് വേണ്ടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്കെയിൽ അപ്പ് ലെവലിലേക്ക് എത്തിക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുന്നത്, ഒരു
എന്റർപ്രണർ എന്ന് വിളിക്കാൻ പറ്റുന്നതാണ് റിച്ചാർഡ് കാൻഡിലിൻ പറയുന്നത്. ഇനി നമുക്ക് ബേസിക്കലി എന്താണ് ഒരു എന്റർപ്രണർഷിപ്പ് എന്നൊരു ചെറിയൊരു ഐഡിയ കൊണ്ട് നമുക്കൊന്ന് ഇവോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ എന്റർപ്രണർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഫസ്റ്റ് ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്റർപ്രണർഷിപ്പ് ഇസ് എ പെർസ്യൂട്ട് ഓഫ് സ്റ്റാർട്ടിംഗ്, മാനേജിംഗ് ആൻഡ് സ്കെയിലിംഗ് എ ബിസിനസ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. സ്റ്റാർട്ടിംഗ്, മാനേജിംഗ് ആൻഡ് സ്കെയിലിംഗ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രം അയാൾ എന്റർപ്രണർ ആകുന്നില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് എ സ്മോൾ സ്കെയിൽ ബിസിനസ് മാൻ എന്നുള്ള രീതി നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും ചെറുകിട കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. ഷോപ്പുകൾ നടത്തുന്നവര്, ഡിജി കാർഡുകൾ നടത്തുന്നവര്, അതുപോലെ തന്നെ എന്താണ് റീറ്റെയിൽ, ചെറിയ റീറ്റെയിൽ ചെയ്ത് നടത്തുന്നവര്, ഇങ്ങനെയുള്ളവരെ പോലും നമ്മൾ എന്തെന്ന് വിളിക്കാറില്ല, ഒരു ലാർജ് സ്കെയിൽ എന്റർപ്രണർ എന്ന് വിളിക്കാറില്ല. ഒരു വ്യക്തിനെ എന്റർപ്രണർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? ആ ബിസിനസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ആൻഡ് സ്കെയിലിംഗ് എ ബിസിനസ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്കെയിലിംഗ് എ ബിസിനസ് ആണ്. ആ ബിസിനസിന്റെ ഒരു ലെവലിനെ ഒരു ഇനീഷ്യൽ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റണം? ഓരോ ലെവൽസിൽ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. നിങ്ങളിപ്പോ നോക്കുക, ഇപ്പം എഡ്യൂപ്രണർഷിപ്പിൽ ഒരുപാട് പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 1-2 പ്ലെയേഴ്സ് ആണ് ബൈജൂസ്, ഫിസിക്സ് വാല, സൈലം തുടങ്ങിയ സാധനങ്ങൾ. അപ്പൊ ഇവരെന്തുകൊണ്ട് ഒരു ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്ത ആക്ടിവിറ്റീസ് സെയിം ആണ്. ഒരു ടെക് പ്രൊണർഷിപ്പ് കൊടുത്തു, അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് അവർ എന്ത് ചെയ്തു? അവരുടെ സർവീസ് ലോഞ്ച് ചെയ്തു. എന്നിട്ട് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് സ്റ്റേജ് അപ്പ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പൊ നിങ്ങൾ സൈലത്തിന്റെ കേസ് എടുക്കുക. ഇപ്പൊ സൈലത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സൈലം പോലെ തന്നെ ഒരുപാട് മറ്റു പല സ്ഥാപനങ്ങളും ഉണ്ട്. എന്നാൽ അവരൊക്കെ ആ ഒരു സ്കെയിൽ അപ്പ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരുപക്ഷെ സ്കെയിൽ അപ്പ് സ്റ്റേജിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ സ്കെയിൽ അപ്പ് സ്റ്റേജിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ഒരു വ്യക്തി പ്രോപ്പറായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു, അതിനെ ലെവൽ വൈസ് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജിക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? എന്റർപ്രണറിയൽ ജേർണി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിനുണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? ഒരു എന്റർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? അദ്ദേഹം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പൊ അവർക്ക് അവിടെ എന്തുണ്ടാകണം? ഒരു ഇന്നോവേറ്റീവ് സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആ ബിസിനസിനെ ഫോർസീ ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ പുള്ളിക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഈ ബിസിനസ് ഏത് ലെവലിലാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ഇന്നേ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഒരു റിയൽ എന്റർപ്രണർ ആയിട്ട് ഇവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒബ്വിയസ്ലി മാർക്കറ്റിലെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലോങ് ടേമിൽ ഒരു എന്റർപ്രണർ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് ആ എന്റർപ്രണർഷിപ്പിനെ ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് ആ പിക്ചർ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നോവേഷൻ, നോളജ്, ബിസിനസ്, റിസ്ക് ടോളറൻസ്, അസർട്ടീവ്നെസ്, ലീഡർഷിപ്പ് സ്കിൽ, ടീം ബിൽഡിംഗ്, ഇതെല്ലാമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു എന്റർപ്രണർഷിപ്പ് ജേർണിയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാനെ എടുത്തോളൂ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ പടത്തിൽ കാണുന്ന ക്വാളിറ്റീസ് എല്ലാം തന്നെ അവർക്കുണ്ടാവും, പ്ലസ് അതിലധികം ക്വാളിറ്റീസും അവർക്കുണ്ടാവും. അങ്ങനെയായിരിക്കും അവരൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്റർപ്രണേഴ്സ് ആയിട്ട് ലോങ് ടേമിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, വീണ്ടും നമ്മുടെ ഒരു കോൺസെപ്ഷ്യൽ തിയറി ഡിസ്കഷനിലേക്ക് വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് കാണാം, ആദ്യമേ നമ്മൾ ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആൻഡ് ബാങ്കർ ആയിട്ടുള്ള റിച്ചാർഡ് കാൻഡിലിനാണ് ആദ്യമായിട്ട് എന്റർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ടേം പോയിന്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്റർപ്രണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് തിയറിയിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ആൻഡ് എക്കണോമിക്സിന് തന്നെ ഫാദർ എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് അദ്ദേഹം എക്കണോമിക് ഡെഫിനേഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് നൽകുകയുണ്ടായി. അപ്പൊ എന്റർപ്രണർഷിപ്പിന് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു എക്കണോമിക് ഡെഫിനിഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. അതിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യം ഇതാണ്: ഒരു പ്രോഫിറ്റ് സീക്കിംഗ് എന്റർപ്രൈസറിനെയാണ് എന്ത് വിളിക്കുന്നത്? എന്റർപ്രണർ എന്ന് വിളിക്കുന്നത്. റിച്ചാർഡ് കാൻഡിലിനെ എന്താണ് പറഞ്ഞത്? റിച്ചാർഡ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനെ എന്ത് വിളിക്കാം? എന്റർപ്രണർ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഇക്കണോമിക് ഡെഫിനേഷൻ ആണ് ആര് പ്രൊവൈഡ് ചെയ്തത്? ആഡം സ്മിത്ത് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ആഡം സ്മിത്ത് പറയുന്നത് ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ആയിട്ടുള്ള ഒരു എന്റർപ്രണറെയാണ് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസറെയാണ് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? എന്റർപ്രണർ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസർ, ഇദ്ദേഹത്തെയാണ് എന്ത് വിളിക്കാൻ പറ്റുന്നത്? ഒരു എന്റർപ്രണർ എന്ന് വിളിക്കാൻ പറ്റുന്നതാണ്
പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത് ആ എന്റർപ്രണർഷിപ്പിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ എക്കണോമിക് ഡെഫിനിഷനിലാണ് അദ്ദേഹം ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു വ്യക്തിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ എന്റർപ്രണർഷിപ്പിലേക്ക് വീണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റൊരു എക്കണോമിസ്റ്റ് ആണ് ജീൻ ബാപ്റ്റിസ്റ്റ് സേ എന്ന് പറയുന്ന വ്യക്തി. ജീൻ ബാപ്റ്റിസ്റ്റ് സേ അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതേ ഉള്ളൂ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് എന്റർപ്രണർ. അപ്പൊ ആ എന്റർപ്രണർ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വാക്കിൽ പറയുവാണെങ്കിൽ ഹി കോർഡിനേറ്റ്സ് ആൻഡ് മാനേജസ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഹി കോർഡിനേറ്റ്സ് ആൻഡ് പ്രോപ്പർലി മാനേജസ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത് നിങ്ങൾ എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ. ഇക്കണോമിക്സിന്റെ പോയിന്റ് ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ബിസിനസ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് എന്ത് വിളിക്കുന്നത്? എന്റർപ്രണർ എന്ന് വിളിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക അദാനി ഗ്രൂപ്പിന്റെ കേസ്. അപ്പം അദാനിയുടെ ഇന്നത്തെ ഒരു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം അദാനിക്ക് ഇന്ന് അദ്ദേഹത്തിന് കോടാനുകോടി ആസ്തിയുണ്ട്, കോടിക്കണക്കിന് യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, യൂണിറ്റിലെ ഓരോ വർക്കിംഗ് സ്റ്റാഫിനെ അനുസരിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ യൂണിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് യൂണിറ്റുകളാണ് ഇന്ന് അദാനിയുടെ പല സ്ഥാപനങ്ങളുടെ കീഴിലായിട്ട് യൂണിറ്റുകളായിട്ടുള്ളത്. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ ടു വിസിറ്റ് ദീസ് യൂണിറ്റ്സ് അല്ലെ. ഈ യൂണിറ്റ്സിൽ ഒരിക്കൽ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഫ്രീക്വന്റ് ആയിട്ടുള്ള വിസിറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അവിടെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ നടത്താൻ എന്തുണ്ട്? അദ്ദേഹത്തിന് ഒരു ടീമുണ്ട്, അദ്ദേഹത്തിന് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഒരു എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഓർഗനൈസേഷനെയും ഈ 4 ഘടകങ്ങളെയും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിളിക്കുന്നത് എന്റർപ്രണർ എന്ന് വിളിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും നോക്കാം. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഓവറോൾ സൂപ്പർവിഷനും എന്തുണ്ടായിരിക്കണം? അവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് ജീൻ ബാപ്റ്റിസ്റ്റ് എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ഇവല്യൂഷൻ, ഒരു ഹിസ്റ്ററിയിലേക്ക് കുറച്ചുകൂടി ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗാർട്ട്നർ 1985 പ്രപ്പോസ് ചെയ്തേക്കുന്നത് 4 ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സ് ആണ്. അതായത് ഒരു എന്റർപ്രണർഷിപ്പിന് 4 വ്യത്യസ്തരമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഉണ്ടെന്നാണ് ഗ്രാൻഡർ 1985 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ 4 പേഴ്സ്പെക്റ്റീവ്? ഒന്നാമത്തെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഓർ പേഴ്സൺസ്. രണ്ടാമത്തത് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഫൗണ്ടർ ഡ്യൂറിങ് വെഞ്ചർ ക്രിയേഷൻ പ്രോസസ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 3 ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് 4 ദ സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജി ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഈ 4 ഘടകങ്ങൾ കൂടി ചേരുന്നതാണ് എന്ത്? ഒരു എന്റർപ്രണർഷിപ്പിന്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നതാണ് ഈ ഗ്രാൻഡർ പറയുന്നത്. എന്താണ് ഈ 4 ആക്ടിവിറ്റീസ്? ഒന്നാമത്തെ നമുക്ക് തുടങ്ങാം, ഇൻഡിവിജ്വൽ ഓർ പേഴ്സൺസ്. അപ്പം ഇൻഡിവിജ്വൽ ഓർ പേഴ്സൺ പറഞ്ഞാൽ ആരാണ്? ആ വ്യക്തി തന്നെ. ആരാണോ ആ ബിസിനസിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്, ആ ഫൗണ്ടറെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻഡിവിജ്വൽ ഓർ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഇപ്പം ബൈജൂസിന്റെ കേസിലാണെങ്കിൽ ബൈജു രവീന്ദ്രനാണ് അവിടുത്തെ ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്തായിരിക്കും ആ ബിസിനസിന്റെ സ്ട്രാറ്റജി മൊത്തം മുന്നോട്ട് പോകുന്നത്. ഇപ്പം സൈലത്തിന്റെ കേസ് ചെയ്യുവാണെങ്കിൽ മിസ്റ്റർ അനന്തുവിനെ അല്ലെങ്കിൽ ഡോക്ടർ അനന്തുവിനെ ഫോക്കസ് ചെയ്തായിരിക്കും ആ ബിസിനസ് മൊത്തം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹമാണ് അവിടുത്തെ ആ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇൻഡിവിജ്വൽ ഓർ പേഴ്സൺ. ഇനി രണ്ടാമത്തെ ആളാരാണ്? ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഫൗണ്ടർ ഡ്യൂറിങ് വെഞ്ചർ ക്രിയേഷൻ പ്രോസസ്. വെഞ്ചർ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ തന്നെയാണ് ഒരു വെഞ്ചർ ക്രിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വെഞ്ചർ ക്രിയേഷൻ പ്രോസസ് നടത്തുന്ന സമയത്ത് ഈ ഫൗണ്ടർ, ഈ ഒരു റിയൽ ഓണർ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഫൗണ്ടിങ് ഓണർ ആയിട്ടുള്ള വ്യക്തി നടത്തുന്ന എൻറ്റയർ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ നടത്തുന്നുണ്ടോ അതിനെ എല്ലാം കൂടെ മറ്റൊരു ഘടകമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് പറയുന്നത്. അപ്പൊ അത് മറ്റൊരു പേഴ്സ്പെക്റ്റീവ്. അതാണ് രണ്ടാമത്തെ പേഴ്സ്പെക്റ്റീവ്. മൂന്നാമത്തെ പേഴ്സ്പെക്റ്റീവ് എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. നമ്മൾ ഏത് എൻവയോൺമെന്റിൽ നിന്നാണോ വർക്ക് ചെയ്യുന്നത് ആ എൻവയോൺമെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം മിസ്റ്റർ ബൈജു സ്റ്റാർട്ട് ചെയ്തത് ഇനീഷ്യലി ഇപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ബാംഗ്ലൂർ എന്നുള്ള ആ ഒരു കോൺടെക്സ്റ്റ് ആയിരുന്നു ഇനീഷ്യൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ബട്ട് ദാറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വാസ് സ്ട്രക്ചർഡ് ടു ഡിഫറെന്റ് ഏരിയാസ് അല്ലെ.
അപ്പം ഇനീഷ്യലി ഉള്ള ആ ഒരു എൻവയോൺമെന്റ് ആണ് ഇവിടുത്തെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ആ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4, സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജി ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജി ഓഫ് ദ ഓർഗനൈസേഷൻ. എന്ത് ബിസിനസ് സ്ട്രക്ചർ ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇനിയും അതിന്റെ സ്ട്രാറ്റജി എന്താണ്, മുന്നോട്ടുള്ള സ്കെയിലപ്പ് പ്രോസസ്സിൽ അവർ ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകം. എന്റർപ്രണർഷിപ്പിന്റെ ഇവല്യൂഷൻ തിയറിയിൽ മറ്റ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയ 2 വ്യക്തികളാണ് ആൽഡേഴ്സ് ആൻഡ് അർബാനോ. സോ അവരുടെ ഫേമസ് ആയിട്ടുള്ള 2011 ഒരു റിസർച്ച് പേപ്പറിൽ അവര് പ്രധാനമായിട്ടും പോയിന്റ് ചെയ്തിരുന്നത് 3 അപ്രോച്ചുകളാണ്. അത് ഒരു എന്റർപ്രണർഷിപ്പിന് 3 പ്രധാനപ്പെട്ട അപ്രോച്ചുകൾ ഉണ്ടെന്നാണ് അവർ കോയിൻ ചെയ്തത്. അതിൽ ഒന്നാമത്തത് എക്കണോമിക് അപ്രോച്ച്, 2 സൈക്കോളജിക്കൽ അപ്രോച്ച്, 3 സോഷ്യോളജിക്കൽ അപ്രോച്ച്. അതായത് എക്കണോമിക്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ അപ്രോച്ച്. ഈ 3ന്റെയും കൂടെ ആകെ തുകയാണ് ഒരു എന്റർപ്രണർഷിപ്പ് ആക്ടിവിറ്റി എന്നാണ് ഈ ആൽബ്രസ് ആൻഡ് അർബാനോ എന്ന് പറഞ്ഞ 2 പ്രൊമിനന്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് പറയുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫെർദർ 1991 വീണ്ടും ഈ എന്റർപ്രണർഷിപ്പ് തിയറീസിൽ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. അത് കമ്മിങ്ഹാം ആൻഡ് ലിച്ചേഴ്സൺ, ഈ 2 ഓതേഴ്സ് അവര് എന്റർപ്രണർഷിപ്പിനെ ഒരു 6 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവരുടെ കോൺട്രിബ്യൂഷനിൽ ഒരു 6 കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു 6 കാറ്റഗറീസിൽ ബേസ് ചെയ്തിട്ടുള്ള എൻ്റയർ ഡൊമൈൻ സ്പെസിഫിക് ആണ് എന്റർപ്രണർഷിപ്പ് എന്നാണ് ഇവര് പറയുന്നത്. അതായത് ഒന്ന്, ദ ഗ്രേറ്റ് പേഴ്സൺ സ്കൂൾ. ഗ്രേറ്റ് പേഴ്സൺ സ്കൂൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഏതാണോ ആ ഒരു എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടർ, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ഒരു റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, അപ്പറ്റൈറ്റ്, ഇതെല്ലാം അങ്ങനെ കൂടിച്ചേരുന്നതാണ് ആ ഒരു ഗ്രേറ്റ് പേഴ്സൺ സ്കൂൾ എന്ന് പറയുന്നത്. മീൻസ് സിംപിളി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്, ആ വ്യക്തിയിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആൻഡ് ട്രേറ്റ്സ് ഉണ്ടോ അതെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു ആകത്തുകയാണ് ദ ഗ്രേറ്റ് പേഴ്സൺ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതാണ് സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ്. ഇപ്പൊ സൈക്കോളജിക്കൽ ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്, വിച്ച് എക്സാമിൻസ് ഹൗ എന്റർപ്രണേഴ്സ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ വാല്യൂസ് as they look to satisfy their demands. അല്ലെ? അതായത് എപ്പോഴും ഒരു ബിസിനസ്സുകാരൻ ഇവോൾവ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിൽ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു നീഡ് കണ്ടിട്ട് ആ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ ആയിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് ഇത് കൊടുക്കുമ്പോൾ, ഈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുമ്പോൾ എന്തുമാത്രം സോഷ്യൽ ജസ്റ്റിസ് അവർ കാണുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടാണ് അവർ നടത്തുന്നത്. അപ്പൊ ഈ ഉള്ള കാറ്റഗറീസിന്റെ എല്ലാം കൂടെ ആ ഒരു ഫൗണ്ടറിന്റെ ഒരു സൈക്കോളജിക്കൽ ട്രേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദ സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ചില ബിസിനസ്സുകാരെ നിങ്ങൾക്ക് അറിയാം, അവർ വളരെ റൂത്ത്ലെസ് ആയിരിക്കും, അവര് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ബിസിനസ്സിനോട് ഒരു സെല്ലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവും, പക്ഷേ അവർ റൂത്ത്ലെസ് ആയിട്ട് സൊസൈറ്റിയുടെ ഒന്നും കൺസിഡർ ചെയ്യാതെ തന്നെ ആയിരിക്കും അവര് സെല്ല് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് അവരുടെ സൈക്കോളജിക്കൽ ട്രേറ്റ് ആണ് ആ ബിസിനസ്സുകാരന്റെ. പക്ഷെ മറ്റു കുറെ ആൾക്കാരുണ്ടാവും, അവർക്ക് പ്രോഫിറ്റ് തരണം, ഒപ്പം എന്ത് ചെയ്യണം, സൊസൈറ്റിയുടെ ഒരു വളർച്ചയും കൂടെ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ വളർച്ചയുടെ ഉണ്ടായാൽ മാത്രമേ ബിസിനസിന് സസ്റ്റൈൻസ് ഉള്ളൂ. അപ്പൊ ഇതെല്ലാം എന്താണ്, ഓരോ ഫൗണ്ടേഴ്സിന്റെയും അവരുടെ സൈക്കോളജിക്കൽ ട്രേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആസ്പെക്റ്റുകളുടെ എല്ലാം ഒരു കോമ്പിനേഷനെയാണ് എന്ത് വിളിക്കുന്നത്, സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ദ ക്ലാസിക്കൽ സ്കൂൾ. അപ്പൊ ക്ലാസിക്കൽ സ്കൂളിൽ പറയുന്നത് വിച്ച് ഇൻകോർപ്പറേറ്റ് ദ നോഷൻ ഓഫ് ഇന്നോവേഷൻ പ്രൊപ്പോൺഡ് ബൈ ദ എക്കണോമിസ്റ്റ്. പല എക്കണോമിസ്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്നോവേഷൻ മോഡൽസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പുട്ട് ഫോർത്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇന്നോവേഷൻ മോഡൽസ് നിങ്ങളുടെ ബിസിനസിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോ ഫൗണ്ടറും എങ്ങനെ അവരുടെ ബിസിനസ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ദ ക്ലാസിക്കൽ സ്കൂളിൽ പറയുന്നത്. പിന്നെ ദ സ്കൂൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ദ സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് ദ സ്കൂൾ ഓഫ് എന്റർപ്രണർഷിപ്പ്. ഇങ്ങനെ 3 ആസ്പെക്ട് കൂടിയാണ് ഈ കണ്ണിങ്ഹാം ആൻഡ് ലിഞ്ചേഴ്സിന്റെ തോട്ട്സിന്റെ അകത്ത് വരുന്നത്. അപ്പൊ സ്കൂൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ് നമുക്ക് ഒരേ രീതിയിൽ തന്നെ പറയാവുന്നതാണ്. എന്തുമാത്രം രീതിയിലാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം അവർ കൊണ്ടുപോകുന്നത്, ഏത് സ്കൂൾസ് ഓഫ് തോട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. സിമിലർലി കമ്മിങ് ടു ലീഡർഷിപ്പിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ്, ഏത് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റീവ് ആണോ, അതോറിറ്റീവ് ആണോ, അതോ അക്കോമഡേറ്റീവ് ആണോ, അങ്ങനെ ഏത് രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് അവർ എൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഫോളോ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സ്കൂൾ ഓഫ് ലീഡർഷിപ്പിൽ വരുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് സ്കൂൾ ഓഫ് ഇന്റർപ്രണർഷിപ്പ്. ഇന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലേറ്റർ സ്റ്റേജിലുള്ള ഒരു ഡിസ്കഷൻ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല, പക്ഷെ ഒരു ലൈൻ മാത്രം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു മാനേജർ ഒരു
എന്റർപ്രണറെ പോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻട്രാപ്രണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എന്റർപ്രണർ അല്ല അദ്ദേഹം ശരിക്കും, പക്ഷെ ഒരു മാനേജറിയൽ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോള് ഒരു ഓർഗനൈസേഷൻ വഹിക്കുന്ന ആളായിരിക്കും. പക്ഷെ അയാൾക്ക് കുറെ ഒന്നുണ്ടാവും, സ്കിൽസ് ഉണ്ടാവും, അയാൾക്ക് കുറെ ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ഓർഗനൈസേഷനകത്ത് നിന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് വിളിക്കും, ഇൻട്രാപ്രണർ എന്ന് വിളിക്കും. അപ്പൊ അത് ഒബ്വിയസ്ലി അതിന്റെ റിസ്ക് എന്തായിരിക്കും, വളരെ മിനിമൽ ആയിരിക്കും. അപ്പോ ഇവിടെ ഇൻട്രാപ്രണർഷിപ്പിന്റെ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു എന്റർപ്രണർ എന്തുമാത്രം പാർട്ടിസിപ്പേറ്റീവ് ആണ് ഒരു ഇൻട്രാപ്രണറെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇൻട്രാപ്രണറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇൻട്രാപ്രണർഷിപ്പ് സസ്റ്റൈനൻസ് മോഡൽസ് തന്റെ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം എന്തുമാത്രം പാർട്ടിസിപ്പേറ്റീവ് ആണെന്നുള്ളതാണ് ഈ സ്കൂൾ ഓഫ് ഇൻട്രാപ്രണർഷിപ്പിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്. നമുക്കിപ്പം അടുത്ത ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരാം. അടുത്ത ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് എന്റർപ്രണറെ ഒരു റാഷണൽ ഏജന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. എന്റർപ്രണറെ ഒരു റാഷണൽ ഏജന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് കാൻഡിലിയൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് എക്കണോമിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവര് അതിനകത്ത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്റർപ്രണർ ഇത് എ റാഷണൽ ഏജന്റ് എന്നുള്ളതാണ്. എന്റർപ്രണർ ഇസ് എ റാഷണൽ ഏജന്റ്. ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇവല്യൂഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് 2023 ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. എന്താണ് ഇവല്യൂഷൻ ഓഫ് എ എന്റർപ്രണർഷിപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്റർപ്രണർ ജേർണിയിലുള്ള ഇവല്യൂഷൻ എന്താണെന്നുള്ളത് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് തന്നെ വർക്ക്ഔട്ട് ക്വസ്റ്റൻ ആയിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതേണ്ട ഒരു ഏരിയയും കൂടിയാണിത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഈ ഒരു തോട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. അതായത് ഇനീഷ്യൽ തോട്ട്സിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് കഴിയുമ്പോൾ അടുത്ത ഒരു മേജർ പോയിന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റ് ആണ് എന്റർപ്രണർ ആസ് എ റാഷണൽ ഏജന്റ് എന്നുള്ളത്. അപ്പം ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് കാൻഡിലിയൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറെ അധികം എക്കണോമിക്സുകളുടെ ഒരു കൂട്ടമാണ്. അവര് പറയുന്നതാണ് എന്റർപ്രണർ ആസ് എ റാഷണൽ ഏജന്റ്. എന്താണ് റാഷണൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മളൊരു റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തികളുടെ കൂട്ടം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഒരു എന്റർപ്രണർ എന്ന് വിളിക്കുന്നത്. അത് ഒരു വ്യക്തിയാകാം, ഒരു വ്യക്തികളുടെ കൂട്ടമാകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, എന്റർപ്രണർ എന്ന് വിളിക്കും. അപ്പൊ പിന്നെ ഇവിടെ തന്നെ അത് പറയുന്നത് ഒരു എന്റർപ്രണറിനെ ഒരു മറ്റ് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് എന്താണ്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ റിസ്ക് സീക്കർ അല്ലെങ്കിൽ റിസ്ക് ടേക്കർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എന്റർപ്രണറെ മറ്റ് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും, അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ, അതായത് കാൻഡിലിയൻ ഹെറിറ്റേജ് ആ ഗ്രൂപ്പിന്റെ സ്കൂൾ പ്രകാരം, അല്ലെങ്കിൽ റാഷണൽ ഏജന്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന എൻ്റെ ഒരു എക്കണോമിസ്റ്റുകളുടെ കൂട്ടം പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, entrepreneur was distinguished from a traditional investor or a capitalist by virtue of being a risk seeker. ഇത് മാത്രമാണ് അവിടുത്തെ വ്യത്യാസം. പണ്ടും ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പണ്ടും ക്യാപിറ്റലിസ്റ്റ് ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് സീക്കിംഗ് ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്ന് ഒരു പടി വ്യത്യസ്തമാക്കുന്ന എന്താണ് എന്റർപ്രണറെ, ബൈ വെർച്യൂ ഓഫ് ബീങ് എ റിസ്ക് ടേക്കർ ഓർ എ റിസ്ക് സീക്കർ. റിസ്ക് എടുക്കാനായിട്ടുള്ള ഇവരുടെ കപ്പാസിറ്റിയാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തം ആക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു എന്റർപ്രണർ എങ്ങനെയായിരിക്കണം ഒരു സൊസൈറ്റിയിൽ ആക്ട് ചെയ്യേണ്ടതിനെ കുറിച്ചും ഇവർ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇതാണ്, പെർഫോമിംഗ് റിയാക്റ്റീവ് ഫങ്ഷൻസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ എക്സ്റ്റേണൽ ബിസിനസ് എൻവയൺമെന്റ്. നിങ്ങളുടെ ബിസിനസ് എൻവയൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ക്വിക്കായിട്ട് അതിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ്, അതിന് വേണ്ടുന്ന റിയാക്റ്റീവ് മെഷേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് റിയൽ എന്റർപ്രണേഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രെയ്റ്റ് തിയറീസ്, പേഴ്സണാലിറ്റി ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ഇൻ സൈക്കോളജി were used to identify characteristics and psychological attributes of the entrepreneurs relevant to business venturing. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് വെഞ്ചറിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റീസ് എന്തൊക്കെയാണ്, കോഗ്നിറ്റീവ് പ്രോസസ് ഒക്കെ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഈ ട്രെയ്റ്റ് തിയറിക്കകത്ത് എൻ്റയർലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു എന്റർപ്രണേഴ്സിന് വേണ്ടുന്ന ട്രേഡ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. ഈ ട്രേഡ് സീരീസ് തന്നെ ഇവർ കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാകണം, അതായത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, സെൽഫ് കോൺഫിഡൻസ്, എഗെയിൻ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, റിസ്ക് ടേക്കിംഗ് തന്നെയാണ്. അവിടെ വീണ്ടും പറഞ്ഞു, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, നീഡ് ഫോർ പവർ ആൻഡ് അച്ചീവ്മെന്റ്, as well as a drive for independence. ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് എന്ത്, നമ്മളൊരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണറുടെ ട്രെയ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്തായിരിക്കും അതുകൊണ്ട് ദ നീഡ് ഫോർ പവർ ആൻഡ് അച്ചീവ്മെന്റ് as well as a drive for independence എന്ന് പറയുന്നത്? കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സാധാരണ വ്യക്തിക്ക്
അവർക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. നിങ്ങളിപ്പോ നോക്കുക, നിങ്ങളുടെ നാട്ടിലെ സാധാരണ ഒരു കട നടത്തുന്ന ഒരു വ്യക്തി നോക്കുക. അപ്പൊ അവർക്ക് ബേസിക് ആയിട്ടുള്ള അവരുടെ വീട്ടുകാർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടക്കണം, പിന്നെ കുറെ അധികം സേവിങ്സ് ഉണ്ടാകണം. അപ്പൊ ഇതായിരിക്കും ഒരു റാഷണൽ ആയിട്ടുള്ള ആളുടെ ചിന്താഗതി. പക്ഷെ അവരൊരിക്കലും എന്റർപ്രണർ ആകുന്നില്ല, എന്നുവെച്ചാൽ ലാർജ് സ്കെയിൽ എന്റർപ്രണർ ആയിട്ട് മാറുന്നില്ല. അതിന് കാരണം എന്താണ്? ദേ ആർ നോട്ട് ഡയറക്ട്ലി മോട്ടിവേറ്റഡ് ഫോർ പവർ ആൻഡ് അച്ചീവ്മെന്റ്. ഒരു വ്യക്തി പവർ ആൻഡ് അച്ചീവ്മെന്റിലേക്ക് വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, ഒരു വലിയൊരു സ്കെയിലപ്പിലേക്ക് പോകത്തുള്ളൂ. ആ ഒരു സ്കെയിലപ്പിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഹൈ ലെവൽ ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്. സോ അതാണ് എൻ്റെ ഈ ട്രേഡ് തിയറി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഫ്രോങ്കർ 2002 ഒരു മറ്റൊരു കോണ്ടെക്സ്റ്റ് ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്റർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കോണ്ടെക്സ്റ്റ് ട്രേഡിലോ ഇക്കണോമിക് ആക്ടിവിറ്റീസിലോ ഒന്നും അല്ല, മറിച്ച് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് എന്റർപ്രണർഷിപ്പിനെ ഒരു ബിഹേവിയറൽ സ്കൂൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിഹേവിയറൽ സ്കൂൾ ഓഫ് എന്റർപ്രണർഷിപ്പ് എന്നാണ് ഫോൺജോർ 2002 ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം എന്താണ് ബിഹേവിയർ സ്കൂൾ എന്നുള്ള ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് സ്പെസിഫിക് കോമ്പറ്റൻസീസ് ആക്ട് ആസ് ദ ആന്റിസിഡൻസ് ഓഫ് entrepreneurial behavior which eventually help in formation of a successful business story. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്റർപ്രണർഷിപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് പ്രീസെറ്റ് ആയിട്ടുള്ള സ്കിൽസ് അല്ലെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുള്ള കോമ്പിറ്റൻസി സ്കില്ലുകളാണ് നമ്മളെ ആക്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇൻബോൺ ആയിട്ട് തന്നെ എന്തുണ്ടാവും, ഈ ഒരു ബിസിനസ് അക്യൂമെൻ ഉണ്ടാവും. അതായത് റിസ്ക് കൂടുതൽ എടുക്കാനായിട്ടും പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനും ഒക്കെ ഉള്ള കഴിവുകളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് ഇദ്ദേഹം എന്ത് വിളിക്കുന്നത്, ബിഹേവിയറൽ സ്കിൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കിൽസ് ഉണ്ട് ഒബ്വിയസ്ലി. പക്ഷെ ഈ ഒരു റിസ്ക് ഏറ്റവും കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ റിസ്ക് കൃത്യസമയത്ത് എടുക്കുക, കൃത്യസമയത്ത് ആക്ട് ചെയ്യുക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ കൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ അത് ഇൻബിൽഡ് ആയിട്ട് നമ്മൾ ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലഘട്ടം, നമ്മൾ ജീവിച്ചു വരുന്ന കാലഘട്ടം, നമ്മൾ മുന്നിൽ കണ്ടുള്ള ആൾക്കാര്, ഇവരുടെ സ്വാധീനം, ഇതെല്ലാം കൂടി നമ്മുടെ മുന്നിൽ ബിൽഡ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം കൂടെയാണ് ബിഹേവിയറൽ സ്കൂൾ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഉള്ളിലുള്ള ഇങ്ങനത്തെയുള്ള സ്കിൽസ് അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള കപ്പാസിറ്റീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആയിട്ട് മാറ്റുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ ബിഹേവിയറൽ സ്കൂൾസ് ഓഫ് തോട്ട്സ് എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് തന്നെ അറിയാവുന്ന കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഗുജറാത്തികൾ അല്ലെങ്കിൽ പട്ടേൽസ് അല്ലെങ്കിൽ ചെട്ടിയാർമാര്. ഇവർക്കെല്ലാം ഇവർക്കെല്ലാം കോമൺ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ ഇവരെല്ലാം വലിയ ബിസിനസ് ഗ്രൂപ്പുകളായിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല്, ഇവര് പണ്ട് തൊട്ട് വന്നിരുന്നുള്ള ആ ഒരു സ്റ്റേജ്, ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ആ ബിസിനസ് ആക്ടിവിറ്റി നടക്കുന്നത്, അവരുടെ മുൻഗാമികൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്, ഇവരുടെ പിതാക്കന്മാർ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ആ ഓട്ടോമാറ്റിക്കലി സ്കില്ല് അവർ ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ലൈഫ് ടൈമിൽ ആർജിച്ചെടുത്ത സ്കില്ല് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഫുള്ളി സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്മാൻ ആയിട്ട് മാറുകയും ചെയ്യും, റാദർ ദാൻ ഹാവിംഗ് എ ബിഗ് ഡിഗ്രീസ് ഫ്രം ഐവി ലീഗ് ബിസിനസ് സ്കൂൾസ്, റൈറ്റ്. ഇവിടെ ചിലപ്പോൾ ഐവി ലീഗ് ബിസിനസ് സ്കൂളിൽ നിന്ന് വലിയ ഡിഗ്രി ഉള്ളവർക്ക് ആ ലെവലിൽ എത്താൻ പറ്റില്ല, കാരണം അവർ ലേൺഡ് ഡിഗ്രീസ് ആണ്. അപ്പൊ ലേൺഡ് ഡിഗ്രീസ് തരുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരുപാട് സ്കിൽസ് ഉണ്ട്. അപ്പൊ ആ സ്കിൽസിനെയാണ് എന്ത് വിളിക്കുന്നത്, ഈ ബിഹേവിയറൽ സ്കൂൾസ് ഓഫ് തോട്ട്സിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫ്രോഞ്ചറിന്റെ വേർഡ് പ്രകാരം എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താണ്, ബിഹേവിയറൽ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. നിങ്ങളുടെ മുന്നിലുള്ള ആന്റിസിഡൻസ്, നിങ്ങളുടെ മുന്നിൽ നേരത്തെ തന്നെ ഉള്ള കുറെ അധികം സ്കിൽ സെറ്റുകൾ, ലേൺഡ് എക്സ്പീരിയൻസുകൾ, ഇതെല്ലാമാണ് ഈ ബിഹേവിയറൽ ട്രേറ്റ്സുകൾ, ഇതെല്ലാമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആയിട്ട് മാറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഫ്രം പേഴ്സണാലിറ്റി ട്രേറ്റ് ടു ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ. ഇവിടെ പറയുന്നത് എന്താണ്, ഫ്രം പേഴ്സണാലിറ്റി ട്രേറ്റ് ടു ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ട്, അതിൽ നിന്ന് മാറി ഈ സ്കൂൾ ഓഫ് തോട്ടിലേക്ക് വരുമ്പോൾ എന്താണ്, ഓപ്പർച്യൂണിറ്റി റെക്കഗ്നേഷനിലേക്കാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിലെ ഒരു 1990s വരെ ചിന്തിച്ചിരുന്ന പേഴ്സണാലിറ്റി റെക്കഗ്നീഷനെ കുറിച്ചും മറ്റ് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽ സെറ്റുകളെ കുറിച്ചും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത് അതല്ല, മറിച്ച് ഏറ്റവും പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ആ കൃത്യസമയത്ത് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നവരായിരിക്കും എന്ത് ചെയ്യുന്നത്, സക്സസ്ഫുൾ എന്റർപ്രണർ ആയിട്ട് മാറുന്നതാണ് ഈ സ്കൂൾസ് ഓഫ് തോട്ട്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്മാൻ ആയിട്ടുമുണ്ട്, ഒരുപാട് ആൾക്കാര് ബിസിനസ്സിൽ നിന്ന് തന്നെ ഇല്ലാതായിട്ട് പോയിട്ടുമുണ്ട്, അല്ലെ. അപ്പൊ അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് സക്സസ് ആയ ഒരു വ്യക്തിയാണ് സൈലത്തിന്റെ ഡോക്ടർ അനന്തു. അപ്പൊ അദ്ദേഹം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആ ഒരു സ്ട്രാറ്റജിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു.
ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കണ്ടു. അതിന് മുമ്പ് തന്നെ അതിന് ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഓപ്പർച്യൂണിറ്റി ആ സമയത്താണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടു, അത് ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഹി ഹാസ് ബിക്കം എ സക്സസ്ഫുൾ എന്റർപ്രണർ. അപ്പൊ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പൊ കൃത്യ ടൈമില് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചിട്ട് അതിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത ലെവലിലേക്ക് ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് ആണ് എന്ത് വിളിക്കുന്നത്, ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ സ്കൂൾസ് ഓഫ് തോട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് മുന്നിലുള്ള എന്താണ്, എംപ്ലോയ്ഡ് റിസോഴ്സ് ആൻഡ് capabilities are transferred into a viable business opportunity by a businessman through capabilities such as skill, knowledge, personality trait, distinctive cognitive attributes. അതായത് ഒരു വ്യക്തിയിലുള്ള സ്കില്ലുകളാണിത്. അതായത് അദ്ദേഹത്തിന് നോളജ്, സ്കില്ല്, പേഴ്സണാലിറ്റി ട്രൈറ്റ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിയിലുള്ള സ്കില്ല് തന്നെയാണ്. പക്ഷേ ആ സ്കില്ലിനെ എന്ത് ചെയ്യണം, കൃത്യസമയത്ത് എക്സാക്ട് ടൈമില് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പം അനന്തുവിന്റെ കേസ് എടുക്കുക. ഇപ്പൊ അനന്തുവിന് ആ സ്കിൽ സെറ്റ്സ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആ എൻട്രൻസ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടായിരുന്നു. അതുപോലെ സ്കിൽ സെറ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയപ്പെടുന്ന ബിസിനസ്മാനായിട്ട് മാറാത്തത്? കാരണം അവർക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഓപ്പർച്യൂണിറ്റിനെ എക്സാക്ട്ലി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. ഓപ്പർച്യൂണിറ്റിനെ എക്സാക്ട്ലി ഐഡന്റിഫൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നവരാണ് എന്ത് ചെയ്യുന്നത്, സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് ആയിട്ട് മാറുന്നത്. സോ അതാണ് ഈ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് എന്താണ്, അൾട്ടിമേറ്റ്ലി എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. അപ്പൊ ഇത് നിങ്ങൾ ആദ്യത്തെ രീതിയിൽ നമ്മൾ നോക്കി, ചിലപ്പം ആദ്യത്തെ 6 മാസം എന്തായിരിക്കും, ഫെയിലിയർ ആയിരിക്കും. വീണ്ടും അടുത്ത ഒരു വർഷം നോക്കി, അതും ചിലപ്പം വലിയ സക്സസ് ഉണ്ടാകില്ല, ചിലപ്പം ചെറിയ ലാഭങ്ങൾ തന്നേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും നമ്മൾ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആയിട്ട് ഇരിക്കണം. നമ്മൾ മാർക്കറ്റിനെ ഫുള്ളി ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആയിട്ട് ഇരുന്നിട്ട് തന്നെ നമ്മൾ വാച്ച് ചെയ്യണം. എക്സാക്ട്ലി എപ്പോൾ അവിടെ കൃത്യ ഓപ്പർച്യൂണിറ്റി വരുന്നോ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ആ ഓപ്പർച്യൂണിറ്റി സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എക്സാക്ട്ലി കണ്ടിന്യൂസ് പ്രോസസ് ആണിത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റിയെ കൃത്യം ഐഡന്റിഫൈ ചെയ്യുക, അത് സ്ട്രൈക്ക് ചെയ്യുക. അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നവരായിരിക്കും എന്തായിട്ട് മാറുന്നത്, സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് ആയിട്ട് മാറുന്നത്. ഇനി ഫ്രം ഓപ്പർച്യൂണിറ്റി ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നെറ്റ്വർക്ക്, ഇനി അതിനുശേഷം ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് ഓപ്പർച്യൂണിറ്റീസ് നിന്ന് എന്തായിട്ട് മാറണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നെറ്റ്വർക്സുകളായിട്ട് മാറ്റണമെന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നെറ്റ്വർക്സ് ആയിട്ട് മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇദ്ദേഹം പറയുന്നത് നമുക്കൊരു 5 സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ 5 സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് നോക്കാം. എൻവയോൺമെന്റൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് തിയറിയിൽ അത് പറയുന്ന കാര്യം ഇതാണ്, എൻവയോൺമെന്റൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഈ 3 ഘടകങ്ങളുടെ കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അവിടെ ഇവോൾവ് ചെയ്തെന്ന് പറയുന്നു. ഇനി ഇവിടെ അദ്ദേഹം അതിനുശേഷം ഗ്യാൻവാലി ആൻഡ് ഫ്യോജൻ, അതായത് അവരുടെ 1994 പേപ്പറിൽ അവര് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിനെ 5 ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. ഒന്ന്, ഗവൺമെന്റ് പോളിസീസ്, ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമുക്കറിയാം അല്ലെ, നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ റൂൾസ്, ലോസ്, പോളിസീസ് ഇതെല്ലാമാണ് നിങ്ങളുടെ ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പം ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ഓഫീസസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്, എന്ത് ചെയ്യാൻ, നിങ്ങളുടെ സൊസൈറ്റിനെ ഗവേൺ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് വർക്ക്, നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെ ഗവേൺ ചെയ്യാനാണ് ഈ സ്കൂൾസ് ഓഫ് തോട്ട്സിൽ ഫസ്റ്റ് പറയുന്നത്. ഇനി എക്സിസ്റ്റിംഗ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, ശരിയല്ലേ, എക്സിസ്റ്റിംഗ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്. കാരണം എന്താണ്, നിങ്ങൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സോഷ്യോ എക്കണോമിക് സൊസൈറ്റി കോസ്മോപൊളിറ്റൻ ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. കോസ്മോപൊളിറ്റൻ അല്ലാത്തൊരു സൊസൈറ്റിയാണ്, വളരെ കൺസർവേറ്റീവ് ആയിട്ട് ഓർത്തഡോക്സ് ചിന്താഗതിയിൽ ഫുൾഫിൽ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണ് എങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാ ബിസിനസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സോ ഏത് സൊസൈറ്റി സോഷ്യോ എക്കണോമിക് കൾച്ചറിലാണ് നിൽക്കുന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് മറ്റൊരു എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് എന്റർപ്രണറിയൽ കേപ്പബിലിറ്റീസ് ആൻഡ് നോളജ്. എന്റർപ്രണറിയൽ കേപ്പബിലിറ്റീസ് ആൻഡ് നോളജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നിങ്ങളിലുള്ള കേപ്പബിലിറ്റീസും നോളജും. അപ്പൊ അത് വേറൊരു ഫാക്ടറാണ്, പക്ഷെ അതിന് ഔട്ട്സൈഡുമായിട്ട് ലിങ്ക് ഇല്ല. എന്റർപ്രണറിയൽ കേപ്പബിലിറ്റീസ് ആൻഡ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടർ തന്നെയാണ്. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്, നിങ്ങൾ തന്നെയാണ് അല്ലെ. ആദ്യം കണ്ട 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ട്ലി ഔട്ട്സൈഡ് യു ആണ്. പക്ഷെ എന്നാൽ മൂന്നാമത് കാണുന്ന എന്റർപ്രണറിയൽ കപ്പാസിറ്റീസ് ആൻഡ് നോളജ് എന്ന് പറഞ്ഞാൽ വിത്തിൻ യു ആണ്. നിങ്ങൾ തന്നെയാണ് ആ കപ്പാസിറ്റി, ആ നോളജ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇനി അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ചില ഏരിയാസിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഗവൺമെന്റ് ഭാഗത്തു നിന്നായിക്കോട്ടെ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ പലരും ഫണ്ട് നൽകാൻ വേണ്ടി ആൾക്കാർ കാണും. ചിലടത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനില്ല, ഫണ്ട് കിട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ഫണ്ടിങ് സോഴ്സ്, ആ ഒരു മെക്കാനിസം എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പിന്നെ നോൺ ഫൈനാൻഷ്യൽ സപ്പോർട്ട്. നോൺ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് അല്ല, മറിച്ച് നിങ്ങൾ ഒരു സൊസൈറ്റിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ആ സൊസൈറ്റിയിൽ നിങ്ങളുടെ അടുത്തുള്ള ഏരിയയിലുള്ള ആൾക്കാരെല്ലാം തന്നെ നിങ്ങൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അവിടെ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെല്ലാം നിങ്ങളെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാന്ന് വിചാരിക്കുക. കാരണം ഒരു യൂണിറ്റ് വരുവാണല്ലോ, അപ്പൊ അവിടെ കുറച്ച് പേർക്ക് ജോലി കിട്ടുമല്ലോ, അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളതെങ്കിൽ അവിടെ എന്തുണ്ടാവും, നോൺ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്, ഇപ്പൊ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്ന അവിടെയുള്ള മറ്റ് ചെറിയ ചെറിയ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സപ്പോർട്ടുകൾ, ഇതെല്ലാം അവിടുത്തെ നോൺ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകളായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളെല്ലാം. കാരണം ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബിസിനസിനെ അൾട്ടിമേറ്റ്ലി സഫറിംഗിലേക്ക് കൊണ്ടുപോകാനും സക്സസിലേക്ക് കൊണ്ടുപോകാനായിട്ടും പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു 4-5 ഘടകങ്ങളെ ഈ ഗ്യാൻ വാലി ആൻഡ് ഫ്യോജൽ ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞത്. ഈ ഒരു 5 ഘടകങ്ങൾ കൂടി ചേരുന്നതാണ് ഒരു സക്സസ്ഫുൾ എന്റർപ്രണറിയൽ ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് സ്കൂൾ ഓഫ് തോട്ട് ആയിട്ട് വിളിക്കാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നെറ്റ്വർക്ക് സ്കൂൾ ഓഫ് തോട്ട്സ് ആയിട്ട് വിളിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുണ്ടോ, എന്തൊക്കെ നെറ്റ്വർക്ക്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിനെ അനുസരിച്ചിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ സക്സസ് സ്റ്റോറി എന്നുള്ളതാണ് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നെറ്റ്വർക്ക് സ്കൂൾ ഓഫ് തോട്ട്സ് പറയുന്നത്. ഇനി അവിടെ തന്നെ വീണ്ടും ആൽഡ്രിച്ച് ആൻഡ് സിമർ ഇവരും ഈ ഒരു നെറ്റ്വർക്ക് സ്കൂൾ ഓഫ് തോട്ട്സിനകത്ത് കൺസിഡർ ചെയ്യാവുന്ന വ്യക്തികളാണ്. അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. The entrepreneurs are part of a large social network that is essential for the flow of virtual resource for the entrepreneurial process. Entrepreneurs are part of large social network. അതെ, ശരിയല്ലേ? എന്റർപ്രണേഴ്സ് പറഞ്ഞ എപ്പോഴും എന്താണ്, ഒരു ലാർജ് സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അപ്പൊ അവര് എന്ത് ചെയ്യണം, അവർ ആ ലാർജ് സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഓരോ സോഷ്യൽ നെറ്റ്വർക്കിനകത്ത് വരുന്ന ഓരോ കണ്ണികളെയും എന്ത് ചെയ്യാൻ പറ്റണം, പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സക്സസ്ഫുൾ ജേർണി നിങ്ങൾക്ക് നയിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ട്രേഡ് യൂണിയൻ ആയിട്ട് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വരുന്ന നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള ഫാക്ടറി വെളിയിൽ കച്ചവടം നടക്കുന്ന മറ്റു ആൾക്കാരുമായിട്ട് പ്രശ്നമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഗവൺമെന്റ് ആയിട്ട് പ്രശ്നമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, കിറ്റെക്സ് സാബുവിന്റെ കേസ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? അപ്പൊ കിറ്റെക്സ് സാബുവിന്റെ കേസിൽ അദ്ദേഹം ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ്. പക്ഷേ അദ്ദേഹത്തിന് ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അവിടെ സഫർ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇവിടുത്തെ ബിസിനസ് യൂണിറ്റ് ആയിരിക്കും. ശരി, അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുപോയി മറ്റു സംസ്ഥാനത്ത് ബിസിനസ് ചെയ്തു എന്നുള്ളത് വേറൊരു ആസ്പെക്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടുത്തെ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് സഫറിങ് വന്നിട്ടുണ്ട്, സമയനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന ഓർഡർ ലോസ് ഉണ്ടായേക്കാം, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ. അപ്പം ഇവിടെ പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്, ഒരു ലാർജർ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ഈ ഒരു ബിസിനസ് ആക്ടിവിറ്റി എല്ലാം തന്നെ. അതുകൊണ്ട് ആ നെറ്റ്വർക്ക് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഈ ഒരു എന്റർപ്രണർ ജേർണിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതാണ് എന്റർപ്രണേഴ്സ് പർട്ടിക്കുലർലി ബെനിഫിറ്റ് ഫ്രം ദ സോഷ്യൽ നെറ്റ്വർക്ക്. എന്റർപ്രണേഴ്സ് ശരിക്കും ബെനിഫിറ്റ് ആണ് ഉള്ളത്. സോഷ്യൽ നെറ്റ്വർക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ആണ് ഉള്ളത്. ഇല്ല എങ്കിൽ അവർക്ക് അതിന്റെ സഫറിങ്ങും ഉണ്ടാവും അല്ലെ? ഇതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ, നിങ്ങൾക്ക് നോക്കിയറിയാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ്വർക്ക് തിയറിയുടെ ക്കകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അതിനുശേഷം ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൂടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എമർജൻസ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് അപ്രോച്ച്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിന് ശേഷം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ്വർക്ക് അപ്രോച്ചിന് ശേഷം വന്നിട്ടുള്ള ഒരു തിയറിയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ വന്നേക്കുന്നത് ബെൻസിറ്റ്സിന്റെ ഭാഗത്തു നിന്നാണ്. ബെൻസിറ്റ്സും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സിനും കൂടി 2003 പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്: ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സാമിനിങ് ദ യുണീക് കണക്ഷൻസ് എമംഗ് എൻവയോൺമെന്റ്, പീപ്പിൾ, ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ആൻഡ് എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി. സിമിലർ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറി പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഓരോന്നിനെയും വ്യത്യസ്തമായി കാണാതെ എല്ലാ ആക്ടിവിറ്റീസിനും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എന്തായിട്ട് ചെയ്യണം, ഇന്റഗ്രേറ്റഡ് പാർട്ടുകളായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ഇന്റഗ്രേറ്റഡ് പാർട്ടുകളുടെ ഒരു കോമ്പിനേഷനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അതായത് ഒരു ബിസിനസിന്റെ സക്സസ്ഫുൾ ജേർണിയിൽ എന്ത് വേണം, എൻവയോൺമെന്റിനെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, പീപ്പിളിനെ കണക്ട് ചെയ്യാൻ പറ്റണം, ഓർഗനൈസേഷൻ കപ്പാസിറ്റിയെ കണക്ട് ചെയ്യാൻ പറ്റണം, എന്റർപ്രണർ ഓപ്പർച്യൂണിറ്റീസിനെ കണക്ട് ചെയ്യാൻ പറ്റണം. ഇതാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി വാട്സൺ 2013 ഇതുപോലെ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നു: ഇന്റഗ്രേഷൻ ഓഫ് സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ് ലൈക്ക് history, philosophy, sociology would encourage the diversification of the field of entrepreneurship to focus more broadly on a phenomena like business in socio-institutional context.
അപ്പം ഇദ്ദേഹം ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ്, അതായത് സബ്ജക്ട് ഡിസിപ്ലിൻസ് ഉണ്ടല്ലോ, നമ്മുടെ സോഷ്യോളജി, ഫിലോസഫി, ഹിസ്റ്ററി, ഈ സബ്ജക്റ്റുകളും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രോപ്പർ ഡൈവേഴ്സിഫൈഡ് മിക്സ് ആയിരിക്കണം എന്തിലുണ്ടാകുന്നത്, ഈ ഒരു എന്റർപ്രണർഷിപ്പ് തിയറീസിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ദ കൺസ്ട്രക്റ്റീവ് ഫ്രെയിംവർക്ക് കോൾസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ക്രിയേഷൻ ഓഫ് ന്യൂ വാല്യൂസ്. അപ്പൊ അൾട്ടിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ, ഓരോ പുതിയ വാല്യൂസും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺസ്ട്രക്റ്റിവിറ്റി ആക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു എന്റർപ്രണർ എപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്ന കാര്യമാണ്, വൺ മസ്റ്റ് കോംപ്രിഹെൻഡ് ദ പേഴ്സൺ ആൻഡ് ദ പ്രൊജക്ട് ആൻഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ദം. ഓരോ എന്റർപ്രണർക്കും അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ ജേർണി നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റണം, ഓരോ പേഴ്സൺ റിലേറ്റഡ് ആക്ടിവിറ്റീസും പ്രോപ്പർലി കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം, ആ പ്രൊജക്ട് എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, അവർക്കിടയിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു പ്രോപ്പർ കണക്ടിങ് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെയാണെങ്കിലാണ് ഒരു സക്സസ്ഫുൾ എന്റർപ്രണർഷിപ്പ് ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഒരു കൺസ്ട്രക്റ്റിവിറ്റി തിയറി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിറ്റി ഫ്രെയിംവർക്ക് സംസാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് എന്റർപ്രണറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് എന്റർപ്രണറെ കുറിച്ചും മാനേജറെ കുറിച്ചും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്റർപ്രണർ ആരാന്നുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു 10-30 മിനിറ്റോളമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റർപ്രണർ ആരാന്നും എന്റർപ്രണറെ കുറിച്ചുള്ള തിയറീസും എല്ലാം തന്നെയാണ്. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സാക്ട്ലി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു എന്റർപ്രണറും ഒരു മാനേജറും തമ്മിലുള്ള ക്ലിയർ കട്ട് ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഓർഗനൈസേഷനിൽ റിസ്ക് മുഴുവൻ എടുത്ത് ഒരു ഓർഗനൈസേഷനെ തന്നെ കെട്ടിപ്പടുത്തി അതിനെ ഒരു ഹയർ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്റർപ്രണർ എന്ന് വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെതായിരിക്കും ക്യാപിറ്റൽ, അദ്ദേഹത്തിൻ്റെതായിരിക്കും റിസ്ക്, മെജോറിറ്റി ഓഫ് ദ ഐഡിയയും എല്ലാം ഈ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കും. ഇപ്പോൾ ഫണ്ട് ഓൺ സോഴ്സിൽ കൂടെ അല്ലെങ്കിൽ ബോറോഡ് സോഴ്സിൽ കൂടെ പല മെക്കാനിസം ഉപയോഗിച്ച് അദ്ദേഹം ബോറോ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ എല്ലാം തന്നെ റിസ്ക് അസ്യൂം ചെയ്തിരിക്കുന്ന ആരിലായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയിലായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആശയമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവിടെ നോക്കുന്നത് മാർക്കറ്റിൽ എന്തിനാണ് സ്കോപ്പ് ഉള്ളത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, റെക്കഗ്നൈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഫോം ഓഫ് ആൻ അൺഫുൾഡ് മാർക്കറ്റ് ഡിമാൻഡ്. ഇതുവരെ ഫുൾഫിൽ ചെയ്യപ്പെടാത്തതായിട്ടുള്ള എന്നാൽ മാർക്കറ്റിൽ ഡിമാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും നീഡ്സ് ഉണ്ടോ, ആ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു എന്റർപ്രണറെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നീഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ നീഡ്സിന് ഒരു സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഒരു റിയൽ എന്റർപ്രണർ എന്ന് വിളിക്കുന്നത്. ഇപ്പോ എനിക്കിപ്പം മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കുക, ഓയോ റൂംസിന്റെ കാര്യം നോക്കുക. അപ്പൊ ഓയോ റൂംസിന്റെ കാര്യത്തിൽ ആൾക്കാർ പലരും പല സിറ്റീസിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് പെട്ടെന്നായിട്ട് ചീപ്പ് റേറ്റിൽ നോക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു റൂം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെയുള്ള അടുത്തുള്ള കാണുന്ന ഹോട്ടൽസ് ആയിരിക്കും ബുക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റേറ്റ് നോർമലിനേക്കാളും കൂട്ടിയിട്ടായിരിക്കും ഒരു പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്നാൽ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പിന്റെ ബേസിൽ പല ഹോട്ടൽസിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാർക്ക് പ്രൈസ് കമ്പയർ ചെയ്യും. അതുവഴി ബെറ്റർ ഡീൽസ് ഉള്ള എവിടെയാണോ അവരുടെ റിക്വയർമെന്റ്സും അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ സർവീസ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണ് ഓയോ സർവീസ് അല്ലെ, അല്ലെങ്കിൽ ഓയോ ഹോട്ടൽ റൂംസ്. അപ്പം ഈ ഒരു കോൺടെക്സ്റ്റ് നോക്കുക, ഈ ഒരു വ്യക്തി കണ്ടുപിടിച്ച കാര്യം എന്തായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു, ഇങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. പക്ഷെ ആ റിക്വയർമെന്റിന് വേണ്ടുന്ന ഒരു പ്രോപ്പർ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റി, ഈ വ്യക്തിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. അല്ലെങ്കിൽ ഓല, യൂബർ, ഈ പറഞ്ഞ ഹയേർഡ് കാർ സർവീസുകളുടെ കാര്യം നോക്കിയാലും മതി. ഇതിലെല്ലാം വർക്ക്ഔട്ട് ചെയ്തിരുന്നത് ഈ ഒരു സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്. ഒരു റിക്വയർമെന്റ് ഉണ്ട്, ആ ഒരു റിക്വയർമെന്റിനുള്ള ഒരു ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തി ആ സൊല്യൂഷനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് ഇറക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണർ ആയിട്ട് വരുന്നത്. ഇനി ഇത് എല്ലാ കാര്യത്തിലും നിങ്ങൾ കൊണ്ടുവരുന്ന ഐഡിയാസ് എല്ലാം സക്സസ് ആയിക്കണമെന്നില്ല. ഇതിൽ പല ഐഡിയാസും ഫ്ലോപ്പ് ആയി പോകും. അപ്പം ഒബ്വിയസ്ലി ഒരു എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ബിസിനസിന്റെ മാതൃക മുന്നിൽ കണ്ടിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടിട്ട് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മുന്നോട്ട് ലോഞ്ച് ചെയ്യുന്ന വ്യക്തി അദ്ദേഹം തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ള റിസ്ക്കും എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിനെയാണ് എന്ത് വിളിക്കുന്നത്, എന്റർപ്രണർ എന്ന് വിളിക്കുന്നത്. എന്നാൽ മാനേജറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷനിലെ എന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക എന്നത് മാത്രമാണ് ഒരു മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ അറിയാം ഒരു എന്റർപ്രണറിന്റെ സ്കിൽ സെറ്റ്സും ആരാണ് എന്റർപ്രണർ കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ നോക്കി അറിയാം, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ബിസിനസ് ഐഡിയ ജനറേഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കണം. അതിന് മുമ്പ് തന്നെ ഒരു ബിസിനസ് പ്രോബ്ലം ജനറേഷൻ സ്റ്റേജ് ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് ബിസിനസ് പ്രോബ്ലം കണ്ടു, പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടു, ആ സൊല്യൂഷനുള്ള ഒരു ഫീസിബിലിറ്റി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് കണ്ടു, ആ ഒരു മാർക്കറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ കൂടെ പോയി. ഇനി അതിനെ എന്ത് ചെയ്യണം,
പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെ സ്കെയിൽ ചെയ്യണം. ഈ തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്, എന്റർപ്രണർ എന്ന് വിളിക്കുന്നത്. സോ എന്നാല് മാനേജറിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നോക്കുക, മാനേജർ ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ആൻഡ് ഗൈഡിങ് ദ ഓൺഗോയിങ് ഓപ്പറേഷൻസ്. ഇദ്ദേഹത്തിന് എന്താണ്, ഇദ്ദേഹത്തിന് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ റിസ്ക് എടുക്കുക എന്നുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല. മറിച്ച് ഒരു ബിസിനസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റണ്ണിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ബിസിനസിനെ അതിന്റെ അടുത്ത സ്കെയിലിംഗിലേക്ക് കൊണ്ടുപോകണം, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നോക്കണം, അതിന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണം. ഇങ്ങനെ മാത്രമുള്ള കാര്യങ്ങൾ ഓവർസീ ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് എന്ത് വിളിക്കുന്നത്, മാനേജർ എന്ന് പറയുന്നത്. സോ ഒരു മാനേജറുടെ ഗോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ടു അച്ചീവ് ബിസിനസ് ഗോൾസ് ഇൻ ആൻ എഫക്റ്റീവ് വേ. ബിസിനസിന്റെ ലക്ഷ്യം എന്താണോ, ബിസിനസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, ഒരു പോയിന്റ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും, ഒരു പോയിന്റിൽ സ്കെയിലബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് അതാത് കാലഘട്ടത്തിൽ വേണ്ടുന്ന രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക എന്നത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാനേജറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒബിയസ്ലി അദ്ദേഹം ഒരു എംപ്ലോയി മാത്രമാണ്, അല്ലെ, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയി മാത്രമാണ്, who manages the day-to-day affairs of that particular organization with a particular fixed salary with some perks included in the same, അല്ലെ. അതായത് അദ്ദേഹം ആ ഒരു ഓർഗനൈസേഷനിലെ ഒരു എംപ്ലോയി മാത്രമാണ്, ഒരു ഫിക്സഡ് സാലറി അദ്ദേഹത്തിന് ഉണ്ടാവും, അദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസിനും മറ്റു കാര്യങ്ങൾക്കും അനുസരിച്ച് ഒരു പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ്സ് ഉണ്ടാവും. ഇത് മാത്രമാണ് നോർമലി ഒരു മാനേജർക്കുള്ള ഒരു ഓർഗനൈസേഷനിലെ റോൾ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബിസിനസ് വളരെയധികം ലാഭം ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രോഫിറ്റ് ഷെയറിംഗ് ഒന്നും നോർമലി ആർക്ക് കിട്ടില്ല, ഒരു മാനേജർക്ക് കിട്ടില്ല. മാനേജർ കിട്ടാൻ പോകുന്നത് എന്താണ്, ഇൻസെന്റിവൈസേഷൻ ആണ്. അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസെന്റിവൈസേഷൻ സ്കീം ഉണ്ടാവും. ആ സ്കീമിനനുസരിച്ച് അദ്ദേഹത്തിന് ഇൻസെന്റീവ്സ് കിട്ടും. ഈ ഒരു ഓർഗനൈസേഷനിലെ മാനേജറുടെ എൻ്റയർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, മോട്ടിവേറ്റിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിങ്, ഈ പറയുന്ന ആക്ടിവിറ്റീസ് തന്നെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലി പറയാം, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആൻഡ് റുട്ടീൻ ആക്ടിവിറ്റീസ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു മാനേജറിന്റെ റോള് ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹി നീഡ് ടു എൻഷുർ ദാറ്റ് ദ റിസോഴ്സ് ഓഫ് ദ ഫേം ആർ യൂസ്ഡ് ഒപ്റ്റിമലി. ഇനി മാനേജറിലുള്ള ഒരു മറ്റു പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതാണ്, അവിടുത്തെ റിസോഴ്സ് എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഒരു റിസോഴ്സും ഐഡിൽ ആകാതെ, ഒരു റിസോഴ്സും വേസ്റ്റ്ഫുൾ ആകാതെ, എക്സ്ട്രാ പൈസ നമ്മുടെ കയ്യിൽ മുടക്കാതെ, ഓർഗനൈസ് നഷ്ടം ഉണ്ടാകാതെ അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ ഒരു ഓർഗനൈസേഷനുള്ള എൻ്റയർ ജോബ് പ്രൊഫൈലുള്ള ക്രക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ലാസ്റ്റ് സ്ലൈഡ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഇതിനകത്ത് ഞാനൊരു എന്റർപ്രണറും മാനേജറും തമ്മിൽ ക്ലിയർലി ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളെല്ലാം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഒന്ന് ആഡ് ഓൺ ചെയ്ത് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടേബിൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ എന്താണ്, റിസ്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആരായിരിക്കും, എന്റർപ്രണർ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ലോ റിസ്ക് അല്ലെങ്കിൽ സീറോ റിസ്ക് തന്നെ ആയിരിക്കും ആരെടുക്കുന്നത്, ഒരു മാനേജർ എടുക്കുന്നത്. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും എന്റർപ്രണറുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം. എന്നാൽ മാനേജറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട്, ഒപ്റ്റിമൈസ്ഡ് വേയിൽ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതായിരിക്കും അവിടുത്തെ മാനേജറിന്റെ റോള്. ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും ഒരു ക്വിക്ക് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും ആരെടുക്കുന്നത്, എന്റർപ്രണർ എടുക്കുന്നത്. കാരണം പുള്ളി തന്നെയാണ് സോൾ ഓണർ, പുള്ളിക്ക് ആ ഡിസിഷൻ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ആർക്കില്ല, ഈ ഒരു മാനേജർക്ക് ഇല്ല. മാനേജർക്ക് ഒബ്വിയസ്ലി ബെറ്റർ ഡിസിഷൻ എടുക്കണം, പക്ഷെ അത് സ്ലോ ആൻഡ് മെത്തഡിക്കൽ ആയിരിക്കും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പല അധികം സീനിയർ ലെവൽസിലേക്ക് പോയി ടോപ്പ് ഓണേഴ്സിന്റെയും കൂടെ ഫൈനലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പല ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റൂ. ഇങ്ങനെ തുടങ്ങി മറ്റ് പല പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ സമ്മപ്പ് ചെയ്ത് ഈ ടേബിളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റില് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് നോക്കുക. എക്സാമിനേഷന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് സ്ലൈഡ് നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് പ്രോപ്പർ ആയിട്ട് ചിന്തിച്ചതിന് ശേഷം പോവുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലാസ്റ്റ് എക്സാമിനേഷന് ചോദിച്ചിരുന്ന, അതായത് ലാസ്റ്റ് ഇയറിലെ ഇഗ്നോയിലെ എക്സാമിനേഷൻ ചോദിച്ചിരുന്ന ഈ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. ബ്രീഫ്ലി ട്രേസ് ദ ഇവാലുവേഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് ഫ്രം വേരിയസ് സ്കൂൾസ് ഓഫ് തോട്ട്സ്. നമ്മൾ വേരിയസ് സ്കൂൾസ് ഓഫ് തോട്ട്സിനെ കുറിച്ച് കണ്ടതാണ്. അപ്പൊ ഈ ഒരു വേരിയസ് സ്കൂൾസ് ഓഫ് തോട്ട്സിനെ കുറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആ ഇവല്യൂഷനെ കുറിച്ചുള്ള റൈറ്റപ്പ് എഴുതുക എന്നുള്ളതാണ് 2023 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നിങ്ങൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി ഇതുപോലെ തന്നെ പൊട്ടൻഷ്യലി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ഹൗ ആൻ എന്റർപ്രണർ ഈസ് ഡിഫറെന്റ് ഫ്രം ആൻ ഇന്റർപ്രണർ ആൻഡ് മാനേജർ.
ഇൻട്രാപ്രണർ എന്നുള്ള ഒരു സെഷൻ നമ്മൾ അടുത്ത ടോപ്പിക്കിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്കിൽ പോലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഇൻട്രാപ്രണർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ല എങ്കിൽ ആ ഇൻട്രാപ്രണർ എന്നുള്ള മാറ്റി നമ്മൾ ഇപ്പൊ കണ്ടതുപോലെയുള്ള മാനേജർ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. എക്സ്പ്ലെയിൻ ഹൗ ആൻ എന്റർപ്രണർ ഈസ് ഡിഫറെന്റ് ഫ്രം എ മാനേജർ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പൊ ഇത്രത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. നമുക്ക് ബാക്കി അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം.